പബ്ലിക്കായിട്ട് പുറത്ത് നിന്നിട്ടൊന്ന് കുളിച്ചാലോ? നാട്ടിൽ വന്നാൽ ഒരിക്കലും മുടക്കം വരാത്തൊരു കാര്യമാണ് കേട്ടോ ചെമ്പരത്തി താളി അരച്ചിട്ട് തല കഴുകുക എന്നുള്ളത്. അത് ബാത്റൂമിൻ്റെ ഉള്ളിലൊന്നും വെച്ചിട്ട് തല കഴുകാൻ പറ്റില്ല, പുറത്ത് തന്നെ നിന്ന് തല കഴുകണം. അമ്മയാണ് കേട്ടോ എനിക്ക് ഓസൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് തരണത്. ചെമ്പരത്തി താളിക്കുള്ള ഇലയൊക്കെ പൊട്ടിച്ച് തന്നതും അരച്ച് തന്നതും നമ്മുടെ പ്രിയ ചേച്ചിയാണ് കേട്ടോ. അത് പിന്നെ ഞാൻ നാട്ടിലുള്ള സമയത്തും പ്രിയ ചേച്ചിയാണ് ഇതിനൊക്കെ മുന്നിട്ടിറങ്ങുക. ഞാനും പ്രിയ ചേച്ചിയും കൂടിയായിരുന്നു സ്ഥിരമായിട്ട് കുളത്തിൽ പോയിരുന്നതും. പ്രിയ ചേച്ചി ഇങ്ങനെ തുണിയൊക്കെ കഴുകുമ്പോൾ ഞാൻ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും കേട്ടോ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു അത്. ഈ പ്രാവശ്യം വന്ന സമയത്ത് തന്നെ ഞാൻ പ്രിയ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിരുന്നു നമുക്ക് കുളത്തിൽ പോയിട്ട് കുളിക്കണം കേട്ടോ എന്ന്. പക്ഷേ ഒന്നിനും സമയം കിട്ടാത്തൊരു യാത്ര ആയതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ആ പരിപാടി നടന്നില്ല. പക്ഷെ വീട്ടിൽ നിന്നിട്ട് താളിയിട്ട് തല കഴുകണ പരിപാടി ഗംഭീരമായിട്ട് നടന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ചെമ്പരത്തിയുടെ എല്ലാം താളിയൊക്കെ അരച്ചിട്ട് പുറത്ത് നിന്നിട്ട് നന്നായിട്ട് കുളിക്കുകയാണ്. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് തല കഴുകിയിരുന്നത് വീടിൻ്റെ പുറത്ത് നിന്നിട്ട് തന്നെയായിരുന്നു കേട്ടോ. അമ്മയായിരുന്നു എനിക്കിങ്ങനെ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് തന്നിരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ പിന്നിലായിട്ടൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ അടുത്ത് തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നിട്ടായിരുന്നു കേട്ടോ സ്ഥിരമായിട്ട് അന്നൊക്കെ തല കഴുകലുണ്ടായിരുന്നേ. ഏട്ടൻ്റെ വക എല്ലാ ദിവസവും കളിയാക്കലും ഉണ്ടാവും. അമ്മയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും യൂട്യൂബ് നോക്കിയിട്ട് പുതിയ പുതിയ ടിപ്സ് കണ്ടുപിടിക്കായിരുന്നു. അതൊക്കെ എൻ്റെ തലയിലും മുഖത്തൊക്കെ ആയിരുന്നു കേട്ടോ അമ്മ പരീക്ഷിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിൽ പകുതി എണ്ണവും ഗംഭീരമായിട്ട് വിജയിച്ചിരുന്നു. നാട്ടിൽ നിന്നിരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നീളവും നല്ല കട്ടിയൊക്കെ ഉള്ള മുടി ഉണ്ടായിരുന്നു. അന്നൊക്കെ മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെമ്പരത്തി താളി ഇട്ടിട്ടോ ഉലുവയിട്ടിട്ടോ ഒക്കെ തല കഴുകാനും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. പക്ഷേ ന്യൂസിലൻഡിൽ എത്തിയതിന് ശേഷം ഇതൊന്നും നടപടിയാവണ കാര്യങ്ങളല്ലല്ലോ. ആഴ്ചയിൽ 2-3 ദിവസം നമ്മൾ ഷാമ്പും കണ്ടീഷണറും ഇട്ടിട്ടാണ് തല കഴുകുക. അതുകൊണ്ട് തന്നെ മുടി പോണതിന് യാതൊരു പരിധിയില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് എൻ്റെ ഷാമ്പു കണ്ടീഷണർ യൂസ് വളരെ കുറവായിരുന്നു. ഉലുവയോ ഉഴുന്നോ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ ഇതുപോലെ താളിയൊക്കെ അരച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ കുളി ഉണ്ടായിരുന്നത്. ചെറുത്തിയിലെ അമ്മയും പാലപ്പുറത്തെ അമ്മയും മാറി മാറിയിട്ടാണ് കേട്ടോ പ്രാവശ്യം എൻ്റെ കേശ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെയുള്ള ലൈഫ് എന്ത് സുഖാലേ. നമുക്കൊന്നും അറിയണ്ട, എത്ര വലുതായാലും ഒരു റെസ്പോൺസിബിലിറ്റീസും നമ്മളെ അറിയിക്കാണ്ടല്ലേ അവർ കാര്യങ്ങളൊക്കെ നീക്കണത്. എനിക്കെപ്പോഴും തോന്നാറുണ്ട് നാടൊന്നും വിട്ട് പോണ്ടിയിരുന്നില്ല, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ തന്നെ അങ്ങോട്ട് നിന്നാൽ മതിയായിരുന്നു എന്ന്. സാധാരണ പറയണ മാതിരി നമ്മുടെ സ്വർഗം അച്ഛൻ്റെ അമ്മയുടെയും കാൽ കീഴിലാണെന്ന് പറയുന്നത് എത്ര ശരിയാന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ എനിക്ക്. എന്തായാലും അതിഗംഭീരമായ ഒരു തലകഴുകൽ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ക്ഷീണമായിട്ടോ. എൻ്റെ മുടി അത്യാവശ്യം തിക്കും നീളമൊക്കെ ഉള്ള മുടിയായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ അമ്മയ്ക്കാട്ടോ. എണ്ണ കാച്ചിയിട്ടും ഹെന്ന ഇട്ട് തന്നിട്ടും തല മസാജ് ചെയ്ത് തന്നിട്ടും ഇതുപോലെ ഓരോ പൊടിക്കൈകളൊക്കെ ചെയ്ത് തന്നിട്ടും എൻ്റെ മുടി വളർത്തിയത് മുഴുവനും അമ്മയാണ്. ഇപ്പോഴും ഞാൻ മുടി വെട്ടുക പറഞ്ഞാൽ അമ്മയ്ക്ക് നല്ല ദേഷ്യം കേട്ടോ. തലയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു. അപ്പം ഞാനൊരു നേന്ത്രപ്പഴമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മുടിയുടെ കോലം ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ശരി, പിന്നെ കാണാട്ടോ.